പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് സംഭവിക്കുന്നത് മൂലം സഹിക്കാനാവാത്ത ദുഃഖം നമുക്കുണ്ടാവുകയോ തീവ്ര ദുഃഖത്തിൽ നാം അകപ്പെട്ടു പോവുകയോ ചെയ്താൽ നമ്മെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. ആജീവനാന്തം ദുഃഖം നിലനിന്നാൽ പോലും അത് സഹിക്കുക എന്നതല്ലാതെ നമുക്ക് മറ്റു വഴികളൊന്നുമില്ല, അല്ലേ? എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഒരു സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്നത് പോലെ സന്തോഷം ലഭിച്ചാൽ എങ്ങനെയുണ്ടാവും? ഹാപ്പിനെസ് എന്ന ഒരു ബട്ടൺ നിങ്ങൾ അമർത്തുന്നതോടെ നിങ്ങളുടെ സകല ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുകയും ചെയ്താൽ എങ്ങനെയുണ്ടാകും? ഡെൽഗാഡോ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ഡെൽഗാഡോയെ സമീപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് ബട്ടൺ സ്വന്തമാക്കാൻ സാധിച്ചേനെ. ഡെൽഗാഡോ വികസിപ്പിച്ചെടുത്ത സ്റ്റിമോസീവർ എന്ന റേഡിയോ ഫ്രീക്വൻസി ഉപകരണം ഉപയോഗിക്കുന്നവർക്ക് സ്വിച്ച് അമർത്തിക്കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഡോക്ടർ ഹൊസെ ഡെൽഗാഡോയുടെ ചികിത്സയിൽ കഴിഞ്ഞ മാനസിക രോഗികൾ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് സ്വയം സന്തോഷം കണ്ടെത്തിയിട്ടുമുണ്ട് എന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. How do you feel? Pleasurable. തലച്ചോറിലേക്ക് നിർദ്ദേശങ്ങൾ അയക്കാനും അതുവഴി തലച്ചോറിലെ വിവിധ ഭാഗങ്ങളെ വൈദ്യുതി കൊണ്ട് ഉത്തേജിപ്പിക്കാനും കൂടാതെ തലച്ചോറിലെ EEG തരംഗങ്ങളെ വായിക്കാനും അവയെ പുറത്തേക്ക് അയച്ചുകൊണ്ട് നിരീക്ഷിക്കാനുമൊക്കെ ഡെൽഗാഡോ വികസിപ്പിച്ചെടുത്ത ഒരു നാണയത്തിന്റെ വലുപ്പം മാത്രമുള്ള റേഡിയോ ഫ്രീക്വൻസി ഉപകരണമാണ് സ്റ്റിമോസീവർ. മൃഗങ്ങളുടെ തലച്ചോറിൽ ഇലക്ട്രോഡുകൾ ഇംപ്ലാന്റ് ചെയ്ത് റിമോട്ടുകൾ കൊണ്ട് അവയുടെ സ്വഭാവവും പെരുമാറ്റവും നിയന്ത്രിക്കാൻ സാധിച്ച ഡെൽഗാഡോയ്ക്ക് മനുഷ്യ മസ്തിഷ്കങ്ങളിൽ തന്റെ സ്റ്റിമോസീവർ ഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ സ്വഭാവവും പെരുമാറ്റവും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. മനുഷ്യരിൽ തീവ്രമായ സന്തോഷവും ഉല്ലാസവും ചിരിയും സൗഹൃദവും ശാന്തതയും പോലെയുള്ള അവസ്ഥകൾ ഉളവാക്കാൻ ഡെൽഗാഡോയ്ക്ക് റിമോട്ടുകളുടെ സഹായത്തോടെ കഴിഞ്ഞു. അതിനാൽ തന്നെ മനോരോഗികളിൽ സന്തോഷമുണ്ടാക്കാനായി ഡെൽഗാഡോ തന്റെ സ്റ്റിമോസീവർ ഉപയോഗിച്ചു പോന്നിരുന്നു. വിഷാദവും മറ്റു മനോരോഗവുമുള്ള തന്റെ രോഗികളുടെ തലച്ചോറിൽ വികാരങ്ങൾ ഉളവാകുന്ന ഭാഗത്ത് ഡെൽഗാഡോ സ്റ്റിമോസീവർ ഘടിപ്പിക്കുകയും തുടർന്ന് റിമോട്ടിൽ ബട്ടൺ അമർത്തുന്നത് വഴി ഡെൽഗാഡോ അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. കടുത്ത ശാരീരിക വേദനകൾ അനുഭവിച്ചിരുന്ന തന്റെ രോഗികൾക്ക് തങ്ങളുടെ വേദനകൾ അറിയാൻ കഴിയാത്ത വിധത്തിലുള്ള തീവ്രതയിൽ സന്തോഷം നൽകാൻ സ്റ്റിമോസീവറിന്റെ സഹായത്തോടെ ഡെൽഗാഡോയ്ക്ക് കഴിഞ്ഞിരുന്നു. മനുഷ്യന്റെ സന്തോഷത്തിന് കാരണമാകുന്ന തലച്ചോറിലെ ന്യൂറോണുകളെ വൈദ്യുതി ഉത്തേജനത്തിലൂടെ ഉണർത്തുന്നത് വഴിയാണ് ഇത് സാധ്യമാകുന്നത്. തലച്ചോറിൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ചുള്ള ചികിത്സയിലൂടെ രോഗലക്ഷണം കുറയുന്ന ഡെൽഗാഡോയുടെ രോഗികൾക്ക് ആശുപത്രി വിടാം. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് ഉത്തേജനത്തിനായും സ്റ്റിമോസീവറിന്റെ പരിശോധനയ്ക്കായും മറ്റും വന്നാൽ മതിയാകും. എന്നാൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ച ചിലർ ആശുപത്രി വിടുമ്പോൾ താൻ അവർക്ക് റിമോട്ടുകൾ കൊടുത്തുവിടാറുണ്ടായിരുന്നു എന്നും അതിനാൽ തന്നെ ഉത്തേജനം ആവശ്യമെന്ന് തോന്നിയാൽ അവർക്ക് സ്വയം സ്വിച്ചുകൾ നിയന്ത്രിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു എന്നുമൊക്കെ ഡെൽഗാഡോ പറഞ്ഞിരുന്നു.